ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്തു നിന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് അടിപൊളി ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പ് ഉള്ളവരും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ ലക്ഷ്യമാണ്. അതായത് ഇനി നാളത്തേക്ക് മുൻപോട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നേടേണ്ട ഒരു ലക്ഷ്യം നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു പെൺകുട്ടിയായിട്ട് ഷെയർ ചെയ്യണം. ഇങ്ങനെ ഒരു ലക്ഷ്യം ബോധമൊക്കെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മറിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ജീവിക്കുന്നു, നാളെ എന്താണോ വരുന്നത് അതങ്ങനെ കണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ഗോളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതിപ്പോൾ ജോലി കിട്ടുന്നതായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു വീട് വാങ്ങിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ നോക്കുന്നതാവാം. അങ്ങനെ എന്ത് നല്ല നല്ല ലക്ഷ്യങ്ങൾ വേണമെങ്കിലും ആവാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് കൂടി ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളൊരു കമൻറ്റ് ഇടുമ്പോൾ എനിക്കതൊരു ഭയങ്കര മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്തെങ്കിലും ഒരു ചെറിയൊരു ഹേർട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അതായത് എന്ത് കാര്യം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. എന്ത് കാര്യവും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് പോവത്തില്ല. കാരണം ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആ ഒരു കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ ഈ ഒരു ബന്ധത്തിനോട് ആർക്കും ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓടിപ്പോയി വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഒളിച്ചോടാൻ ഇതിനോടൊന്നും താല്പര്യമില്ല, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രം നിങ്ങൾ വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് അതൊക്കെ പറഞ്ഞൊന്ന് കൺവീനിയൻസ് ചെയ്യാൻ ഉള്ളൊരു കഴിവുണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എന്ത് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, ഇങ്ങനെ പറയും, നിങ്ങളിങ്ങനെ പറയും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും എന്നും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഇപ്പം നിങ്ങളൊന്ന് കണ്ണിറുക്കി പേടിപ്പിച്ചു, അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കി എന്നും വിചാരിച്ചിട്ട് ഇത്രയും നാളും സ്നേഹിച്ച ആ ഒരു പെൺകുട്ടീനെ വഴിക്ക് വെച്ചിട്ട് വേണ്ട എന്നും പറഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കത്തുമില്ല, ഒരിക്കലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവത്തില്ല. മറിച്ച് എല്ലാ കാര്യങ്ങളും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഒപ്പം തന്നെ എന്നും ഉണ്ടാവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീനാണ്. അതായത് വൃത്തിയും വെടുപ്പും എല്ലാവർക്കും ഇല്ല എന്നല്ല, എന്നാൽ വൃത്തിയില്ലാതെ നടക്കുന്ന ആൺകുട്ടികളുണ്ട്. ഈ നെഹമൊക്കെ നീട്ടി മുടിയൊക്കെ വെട്ടാതെ ഷേവൊക്കെ ചെയ്യാതെ നടക്കുന്ന ആൺകുട്ടികളെ പൊതുവെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. ഒരു പരിധി വരെ അവരത് പറഞ്ഞ് ശരിയാക്കാൻ നോക്കും, എന്നിട്ടും അവരത് ചെയ്തില്ല എങ്കിൽ ആ ഒരു പെൺകുട്ടി വഴിക്ക് വെച്ചിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ നീറ്റ്നെസ് എന്ന് പറയുന്നത് നല്ല ഡ്രസ്സിങ് ആവാം, അതായത് വൃത്തിയും വെടുപ്പിൽ നടക്കുക, അതായത് നല്ല ഡ്രസ്സിങ് എന്നും പറഞ്ഞിട്ട് പുതിയ പുതിയ ഡ്രസ്സും അതായത് പുതിയ ഷർട്ടും പാൻറ്റൊക്കെ എന്നും വേണമെന്നല്ല, ഉള്ള ഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുക, അതായത് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുക, ഷൂ ഒക്കെ ആണെങ്കിൽ വൃത്തിയായിട്ട് കഴുകി യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് പേഴ്സണൽ ഹൈജീനിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ തന്നെ വരുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, സംസാര രീതി. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത് അവളെ കയറി ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പരിധി വരെ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എന്നിട്ടും അവർക്ക് പറ്റുന്നില്ല എങ്കിൽ, അതായത് നിങ്ങളിങ്ങനെ ബാഡ് വേർഡ്സ് മാത്രമാണ് അവരെ വിളിക്കുന്നത് എങ്കിൽ, മോശപ്പെട്ട വാക്കുകളൊക്കെ കൂട്ടിയിട്ട് അവരെ വിളിക്കുകയാണെങ്കിൽ, പേരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറേ നാൾ അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എന്നിട്ട് അവർ പറഞ്ഞും തരും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകുവാണെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഹേവിയർ ആണ്. അതായത് പെരുമാറ്റം.
പബ്ലിക്കായിട്ട് ഒരു പെൺകുട്ടിനെ ചീത്ത വിളിക്കുന്ന ഒരു ആൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വന്നിട്ടായിരിക്കും നിങ്ങൾ അവളെ അങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടീനെ നിങ്ങൾ വളരെ താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത് എങ്കിൽ ഒരു പെൺകുട്ടിയും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല. ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് കള്ളം പറയുകയാണ്. ചില ബോയ്സ് ഉണ്ട്, എല്ലാവരും അല്ല, വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ. അവർ വാ തുറക്കുന്ന തന്നെ കള്ളം പറയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്ത് കാര്യവും ഇങ്ങനെ കള്ളമായിരിക്കും അവർ പറയുക. അവരുടെ വീട്ടിൽ ആനയുണ്ട്, അമ്പാനിയുണ്ട്, അങ്ങനെ തുടങ്ങി ഫുള്ള് തള്ളും കള്ളവും. അതായത് ഇച്ചിരിയുള്ള കാര്യം ഒരുപാട് കൂട്ടി പറയുന്നവരും പിന്നെ നന്നായിട്ട് കള്ളം പറയുന്ന ആളുകളും. ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ഒരു പെൺകുട്ടികൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം അവളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും, ഞാൻ ഇവനെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്, ഇവൻ പറയുന്നത് ഇപ്പോഴേ ഇങ്ങനെ കള്ളമാണ്, അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവൻ എന്തൊക്കെ കള്ളത്തരം കാണിക്കും, എന്തൊക്കെ ചെയ്യും, അങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് 1-2 കള്ളമൊക്കെ പറയുന്നവരായിരിക്കും എല്ലാവരും. അതിപ്പോൾ നമ്മൾ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പല കാര്യത്തിൽ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കള്ളമൊക്കെ പറയാം എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യവും, അതായത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതിങ്ങനെ കള്ളമാക്കി പറയുന്നവർ, അങ്ങനെ ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കള്ളം പറയുന്നവർ ഒരിക്കലും ഒരു പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളങ്ങനെ കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തുനിന്ന് അകന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് വാക്ക് പാലിക്കുന്നവരായിരിക്കണം. അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് പാലിക്കുന്ന വ്യക്തികളായിരിക്കണം. അതായത് ഇപ്പോൾ പുറത്തു പോകാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ടൈമൊക്കെ ഫിക്സാക്കി വെച്ചു, ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ റെഡിയായിട്ട് ഇറങ്ങണം. അല്ലാതെ അരമണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ ലേറ്റായിട്ട് വരിക, ഇങ്ങനെയുള്ള ലേറ്റായിട്ട് വരിക. ഇപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നിങ്ങൾ പറയുന്ന വാക്ക് പാലിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങൾ ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വാക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് പാലിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.